മാസങ്ങളോളമായി സൗദിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ ആകെ ആശങ്കയിലാണ് പ്രവാസികൾ. എന്നിരുന്നാൽ തന്നെയും സൽമാൻ രാജാവിന്റെ കാരുണ്യം പലതരത്തിലും പ്രവാസികളെ തേടിയെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതാണ്. അതായത് നാട്ടിൽ കഴിയുന്ന എല്ലാ പ്രവാസികളുടെയും വിസ പുതുക്കി നൽകുമെന്ന്, അതും സൗജന്യമായി തന്നെ. എന്നാൽ ഇത് ശ്രദ്ധിക്കുക. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിലേക്ക് വരുന്ന എല്ലാ വിദേശികളും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യാത്രയ്ക്ക് മുമ്പേ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. മുഖീം പോർട്ടലിൽ 2u.pw/C9AB2 എന്ന ലിങ്ക് വഴിയാണ് വാക്സിനേഷൻ സ്റ്റാറ്റസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി എല്ലാ വിമാന കമ്പനികൾക്കും നൽകിയിരുന്നു. സൗദിക്കകത്തു നിന്നോ പുറത്തുനിന്നോ വാക്സിൻ എടുത്തവരും പൂർണ്ണമായോ ഭാഗികമായോ വാക്സിൻ ലഭിച്ചവരും തീരെ എടുക്കാത്തവരും അക്കാര്യം സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായി നൽകിയിരിക്കണം. സൗദിയിൽ ഇഖാമയുള്ളവർക്കും സന്ദർശന വിസയിൽ വരുന്നവർക്കും മുഖീം രജിസ്ട്രേഷൻ ബാധകമാണെന്നും അധികൃതർ അറിയിച്ചു. ഇഖാമയുള്ളവരും വാക്സിൻ വിസയിൽ വരുന്നവരുമായ വാക്സിൻ എടുത്തവരും എടുക്കാത്തവർക്കുമായി പ്രത്യേക ലിങ്ക് പോർട്ടലിൽ നൽകിയിട്ടുമുണ്ട്. വിമാനത്താവളത്തിലെയും മറ്റ് പ്രവേശന കേന്ദ്രങ്ങളിലെയും തിരക്ക് കുറയ്ക്കുന്നതിനും എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിനും ഇത് സഹായകരമാകുമെന്ന് സൗദി ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. വാക്സിൻ എടുക്കാതെ വരുന്നവർക്കും സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവർ സൗദിയിലെത്തിയാലുടൻ സ്വന്തം ചെലവിൽ 7 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ പ്രവേശിക്കണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ മുഖീം പോർട്ടലിൽ രേഖപ്പെടുത്തണം. മുഖീം രജിസ്ട്രേഷൻ പൂർത്തിയായാൽ അതിന്റെ പ്രിന്റ് കോപ്പിയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും യാത്രക്കാർ കൈവശം കരുതണമെന്നും ജവാദ് സാദ് വ്യക്തമാക്കി. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ, സൗദിയിൽ അംഗീകാരമുള്ള വാക്സിന്റെ പേര്, വാക്സിൻ ഡോസുകൾ സ്വീകരിച്ച തീയതികൾ, ബാച്ച് നമ്പറുകൾ എന്നിവ ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. സൗദിയിലേക്ക് നിലവിൽ പ്രവേശന വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ സ്വദേശികളായ എല്ലാ ആരോഗ്യ പ്രവർത്തകരും 72 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വിമാനത്താവളത്തിൽ കാണിച്ചിരിക്കണം. ഇവർ നേരത്തെ 2 ഡോസ് വാക്സിനും എടുത്ത് രോഗപ്രതിരോധ ശേഷി നേടിയവരാണെങ്കിൽ തന്നെ സൗദിയിലെത്തിയാൽ ക്വാറന്റൈൻ ആവശ്യമില്ല. എന്നാൽ പൂർണ്ണമായി വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ സൗദിയിൽ 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. കൂടാതെ ആദ്യ ദിവസവും 7ാമത്തെ ദിവസവും PCR പരിശോധന നിർബന്ധമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.